നമസ്കാരം. 6 ആഴ്ച നീണ്ടുനിന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്തിമ മണിക്കൂറുകളിലാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം 4-ാം തീയതിയിലെ നിർണായക വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മറ്റൊരു വിഭാഗം കൂടിയുണ്ട് ഇതിന് പിന്നിൽ. ഓഹരി വിപണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞ 6 ഘട്ടങ്ങളിലുണ്ടായ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം വിപണിയിൽ വലിയ ആശങ്ക ഉണർത്തുകയാണ്. BJP ഭരണം നിലനിർത്തില്ലെന്ന അഭ്യൂഹവും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയാണ് വിപണിയെ ബാധിക്കാൻ പോകുന്നത്? രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുവാനായി വ്യാപാരികൾ ട്രാക്ക് ചെയ്യുന്ന ചില വാതുവയ്പ് മാർക്കറ്റുകൾ പ്രവചിക്കുന്നത് 300-നടുത്ത് സീറ്റുകൾ നേടി ഇത്തവണയും BJP അധികാരത്തിലെത്തും എന്ന് തന്നെയാണ്. ഫണ്ട് മാനേജർമാരും വിശകലന സാമ്പത്തിക വിദഗ്ധരും വിപണി വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സ്വീകരിക്കുന്ന സാധ്യതകളെക്കുറിച്ച് വിലയിരുത്തുന്നുമുണ്ട്. BJP അധികാരം നിലനിർത്തിയാലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ള പഠന വിഷയം. ഭരണകക്ഷിക്ക് തിരിച്ചടി നേരിടുമ്പോഴാണ് ഷെയർ മാർക്കറ്റുകൾ വലിയ തോതിലുള്ള ഇടിവിന് സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്തവണ BJPക്ക് 2019-നേക്കാൾ ഉയർന്ന നേട്ടം സാധ്യമായാൽ മാർക്കറ്റിലും ഇത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. BJP നേട്ടമുണ്ടാക്കിയാൽ അടിസ്ഥാന സൗകര്യ വികസനം, ഉൽപ്പാദന മേഖലയിലെ വളർച്ച എന്നിവയെ സഹായിക്കുന്ന നയങ്ങളിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇക്വിറ്റി വിപണി മുന്നേറുന്നത് എന്ന് ITI മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസർമാർ പറയുകയാണ്. കാരണം വലിയ പ്രതീക്ഷയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. മോദിയുടെ അധികാര തുടർച്ചയെ വിപണി വളരെ പോസിറ്റീവായാണ് കാണുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നയങ്ങളിൽ പെട്ടെന്നുള്ള മാറ്റം ഒഴിവാകുന്നത് അത് വിപണിയെ വളരെ സന്തുലിതമായി പിടിച്ചു നിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. ബെഞ്ച് മാർക്ക് ബോണ്ട് നിലവിൽ 7% നിന്ന് 6.9%-ലേക്കും 6.92%-ലേക്കോ എത്തിയേക്കാം എന്ന വിലയിരുത്തലുകൾ വരുന്നുണ്ട്. 2019-നെ അപേക്ഷിച്ച് BJPയും സഖ്യകക്ഷികളും നേടുന്ന സീറ്റുകളുടെ എണ്ണം കുറയുകയും കേവല ഭൂരിപക്ഷമായിട്ടുള്ള 272-ന് മുകളിൽ സീറ്റ് നേടുകയും ചെയ്താൽ വിപണിയിൽ ചാഞ്ചാട്ടം ദൃശ്യമായേക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്നാൽ ഇത് വിപണിയെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കില്ല. BJPയുടെ സീറ്റ് നില കുറവായിരിക്കും. അങ്ങനത്തെ ഒരു വിലയിരുത്തലിനോട് ഇതിനോടകം തന്നെ പൊരുത്തപ്പെടാൻ വിപണിക്ക് സാധിച്ചിട്ടുണ്ട് എന്നതും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. നിലവിലെ സർക്കാരിന് 300 സീറ്റുകളിൽ താഴെയാകുന്നത് വിപണിയുടെ പ്രവർത്തനത്തെ അത് പ്രതികൂലമായി ബാധിക്കില്ല എങ്കിൽ കൂടി രൂപയുടെയും ബോണ്ടിൻ്റെയും ഒക്കെ മൂല്യത്തിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ സംഭവിക്കില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രതിപക്ഷ സഖ്യമാണ് അഥവാ ഇനി വിജയിക്കില്ല എങ്കിൽ വിജയിച്ചാൽ പ്രതിപക്ഷ സഖ്യമായിട്ടുള്ള ഇന്ത്യ മുന്നണിക്കാണ് അധികാരം കിട്ടുകയെങ്കിൽ വിപണിയിൽ കാര്യമായിട്ടുള്ള ചലനങ്ങൾ സംഭവിച്ചേക്കും. അതായത് ഈ പുതിയ സർക്കാരിൻ്റെ ചില നയങ്ങളുണ്ടല്ലോ, ആ നയങ്ങൾ വ്യക്തമാകുന്നതുവരെ വിപണിയിൽ വിറ്റഴിക്കൽ തുടർന്നുകൊണ്ടേയിരിക്കും. വിപണി എപ്പോഴും സുസ്ഥിരതയാണ് ലക്ഷ്യമിടുന്നത് എങ്കിൽ കൂടി ഹ്രസ്വകാലത്തേക്ക് നയങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലായ്പ്പോഴും ഈ മാർക്കറ്റിനെ പ്രതികൂലമായാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ 10% തകർച്ചയാണ് വിപണി പ്രതീക്ഷിക്കുന്നത് എന്ന് തന്നെയാണ് IFI ഗ്ലോബൽ വിലയിരുത്തുന്നത്. 15 മുതൽ 20% വരെ തകർച്ചയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ രൂപയുടെ മൂല്യം ഇടിയുന്നത് തടയാൻ റിസർവ് ബാങ്ക് ഇടപെട്ടേക്കും എന്നുള്ള സൂചനകളുണ്ട്. വിദേശ ബോണ്ടുകളുടെ ആദായത്തിൽ 10 മുതൽ 15% വരെ ഉയർച്ച സംഭവിച്ചേക്കാവുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാം. അതുകൊണ്ട് 6 ആഴ്ച നീണ്ടുനിന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികൾ, ഒപ്പം തന്നെ വോട്ടുകൾ, തിരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞിരിക്കുന്നു. 7-ാം ഘട്ട വോട്ട് ഇന്നുകൂടി അവസാനിക്കുമ്പോൾ 4-ാം തീയതിയിലെ പ്രവചനം ഉണ്ടാകുന്നു. അതായത് 4-ാം തീയതിയിൽ ആര് വാഴും ആര് വീഴുമെന്നറിയാം. നരേന്ദ്രമോദി സർക്കാർ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? അങ്ങനെയാണെങ്കിൽ വിപണി ഇപ്പോഴത്തെ പോലെ സ്റ്റേബിളായി മുന്നോട്ട് പോകും. അല്ല, ഇന്ത്യ മുന്നണിയാണ് വിജയിക്കുന്നതെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യമാണ് വിപണിയിൽ ഉണ്ടാകുന്നത്. അങ്ങനെ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ ഈ വിപണിയിലുണ്ടാകുന്ന ആശങ്ക എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും ഈ ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടി തന്നെ തുടർച്ചയായി വീണ്ടും ഭരണം നടത്തുകയാണ് എങ്കിൽ ഈ വിപണിയിൽ അത്തരത്തിലുള്ളൊരു ചാഞ്ചാട്ടങ്ങൾക്ക് സാധ്യതയില്ല. എന്നാൽ പുതിയൊരു ഭരണ സംവിധാനമാണ്, ഇന്ത്യ മുന്നണിയാണ്, പ്രതിപക്ഷമാണ് അധികാരത്തിലേക്ക് എത്തുന്നതെങ്കിൽ അത് ഈ വിപണിയെ വല്ലാതെ ഉലച്ചേക്കാം. വലിയ സാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. പകരം നരേന്ദ്രമോദി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലിരിക്കുകയും അവർ തന്നെ ഭരിക്കുകയും ചെയ്താൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ല.